കട്ടക്കലിപ്പൻ്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. സമയം കുറേയായിട്ടും വർണ്ണ കുളിച്ച് വരാത്തതിനാൽ ദത്തൻ മുറ്റത്തേക്ക് ഇറങ്ങി. പക്ഷേ അവൾ എവിടെയും കാണാനില്ല. അവൻ നേരെ അടുക്കള ഭാഗത്തേക്ക് ചെന്നു. വർണ്ണ അടുക്കളപ്പുറത്തെ സ്റ്റെപ്പിലിരുന്ന് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അരിയിട്ട് കൊടുക്കുകയായിരുന്നു. ഇതെന്താ, ഒരു കോഴി മറ്റൊരു കോഴിക്ക് അരിയിട്ട് കൊടുക്കുകയെന്നോ? ദത്തൻ കള്ളച്ചിരിയോട് അവളുടെ അടുത്തേക്ക് ഇരുന്നു. കോഴി നിന്റെ മറ്റവള് പാർവതി. അവളവനെ തുറച്ചു നോക്കി പറഞ്ഞതും ദത്തൻ അവളുടെ ചെവി പിടിച്ച് തിരിച്ചു. അയ്യോ വിട് ദത്ത, ഞാൻ വെറുതെ പറഞ്ഞതാ, ഇനി പറയില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുട്ടി വഴിക്കുക. അല്ല, ഇതാരുടെ കോഴിയാ? സ്മിത ചേച്ചിയുടെയാ. ഇത് വഴി വന്നപ്പോൾ ഞാൻ കുറച്ച് അരിയിട്ട് കൊടുത്തതാ. വർണ്ണദത്തൻ്റെ മേൽ ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. എടി നാറി, നീ ഇത്ര നേരമായിട്ട് കുളിച്ചില്ലേ? ഇല്ല, ഞാൻ എണീക്കുമ്പോൾ തന്നെ ഉച്ചയായില്ലേ, അതുകൊണ്ട് പാല് തേച്ചിട്ട് ഞാൻ ചോറുണ്ടു. വിശന്നാലേ ഞാനല്ലതാവും, അതാ. എന്നിട്ട് ഞാൻ കുളിക്കാന്ന് കയറ്റിയതാ. അപ്പം എനിക്ക് അമ്മായി പണ്ട് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ കുളിക്കാൻ പാടില്ല. പിന്നെ ഉച്ചക്കുളി പിച്ചക്കുളി എന്നാ ശാസ്ത്രം. അതാ ഞാൻ ഇവിടെ വന്നിരുന്നത്. വർണ്ണ ആവശ്യത്തിലധികം നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ദത്തനൊന്നും അമർത്തി മൂളിക്കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നു. ദത്ത, നമ്മളെപ്പോഴാ പുറത്തു പോകുന്നേ? കുറച്ച് കഴിഞ്ഞ് പോകണം. തൻ്റെ തോളിൽ വെച്ചിരിക്കുന്ന വർണ്ണയുടെ തലയിലൂടെ തലോടിക്കൊണ്ട് ദത്തന് പറഞ്ഞു. എന്നാൽ ഞാൻ ഓടിപ്പോയി റെഡിയായിട്ട് വരാം. അത് പറയലും വർണ്ണ അകത്തേക്ക് ഓടലും കഴിഞ്ഞിരുന്നു. വർണ്ണ റെഡിയായി വന്നത് ദത്തൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ വർണ്ണ വണ്ടിയിൽ കയറാതെ നിൽക്കുകയാണ്. എന്താടി, കയറ് വേഗം. കയറാം, പക്ഷേ എനിക്ക് ചില കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരണം, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിത്തരണം, സിനിമക്ക് കൊണ്ടുപോകണം. എന്നാൽ ശരി, എൻ്റെ കുട്ടി ഇവിടെ നിന്നോ, ചേട്ടൻ പോയി സാധനങ്ങൾ വാങ്ങിച്ചു തരാം. ദത്തൻ വണ്ടി മുന്നോട്ടെടുക്കാൻ നിന്നതും വർണ്ണ വേഗം വണ്ടിയിൽ കയറി. അവരാദ്യം പോയത് ഡ്രസ്സ് എടുക്കാനാണ്. കടയിലെത്തി 10 മിനിറ്റ് കൊണ്ട് ദത്തൻ തനിക്ക് വേണ്ടി 8-9 ഷർട്ടുകൾ എടുത്തു. ഇത്ര ഇവിടെ നിന്ന് കഴിഞ്ഞോ? പിന്നല്ലാതെ, നിങ്ങൾ പെണ്ണുങ്ങളെ പോലെ ഡ്രസ്സ് എടുക്കാൻ എനിക്ക് 1/2 മണിക്കൂറൊന്നും വേണ്ട. ആ പാറും ശീലവും ഭദ്രയും കൂടെ ഡ്രസ്സ് എടുക്കാൻ വിളിച്ചാ പിന്നെ പറയണ്ട. ഒരു ഡ്രസ്സ് എടുക്കാൻ ഒരു ദിവസം മുഴുവൻ ആ ഷോപ്പിനുള്ളിൽ കാത്തു കെട്ടി കിടക്കണം. ദത്തൻ പഴയ ഓർമ്മകളിൽ പറഞ്ഞു. ഇങ്ങ് തന്നേ. വർണ്ണ ദത്തൻ സെലക്ട് ചെയ്ത് വെച്ച ഷർട്ടുകൾ വാങ്ങി ഓരോന്നും നോക്കാൻ തുടങ്ങി. അതിൽ നിന്ന് 2 ഷർട്ടുകൾ എടുത്ത് മാറ്റി പകരം അവൾ തന്നെ വേറെ 2 ഷർട്ടുകൾ സെലക്ട് ചെയ്തു. നിനക്ക് ബ്ലാക്കും വൈറ്റും കളർ നന്നായി ചേരുടാ. അവളൊരു കയ്യിൽ ബ്ലാക്കും മറ്റേ കയ്യിൽ വൈറ്റ് ഷർട്ടും പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നിനക്ക് വേണ്ട ഡ്രസ്സ് എടുക്ക്. ദത്തൻ അത് പറഞ്ഞ് വർണ്ണക്കൊപ്പം ലേഡീസ് സെക്ഷനിലേക്ക് നടന്നു. അടുത്തുള്ളൊരു ചെയറിൽ തന്നെ ഫോണും നോക്കി അവനിരുന്നു. ചേച്ചി, കുറച്ച് ടോപ്പുകൾ കാണിച്ചതാ. വർണ്ണ പറഞ്ഞതനുസരിച്ച് അവർ കുറേ ടോപ്പുകൾ എടുത്ത് മുന്നിൽ വെച്ചു. അതിൽ നിന്നും 2-3 സെലക്ട് ചെയ്ത് കുറച്ച് അകലെ ഇരിക്കുന്ന ദത്തനെ നോക്കി. ദത്ത, ഇതിനേതാ നല്ലത്? എല്ലാം നല്ലതാ. അവൻ ഫോണിൽ നിന്നും തലയുയർത്തി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇയാളോട് ചോദിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ അതിൽ നിന്നും 2 ടോപ്പ് എടുത്തു. ഇനി സ്കാർട്ട്. സെയിൽസ് കെയർ കുറച്ച് സ്കാർട്ട് എടുത്ത് വെച്ചു. അതിൽ നിന്നും അവൾ 2-3 സെലക്ട് ചെയ്ത് ദത്തനെ നോക്കി. ദത്ത, ഇതിലേതാ നല്ലത്? എല്ലാം നല്ലതാ. അവനൊന്നുകൂടെ ഫോണിൽ നിന്ന് തലയുയർത്തി ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. അവൾ അതിൽ നിന്നും വീണ്ടും 2 സ്കാർട്ട് സെലക്ട് ചെയ്ത് വെച്ചു. ഇനി പട്ടുപാവാട. സെയിൽസ് കെയർ കുറച്ച് പട്ടുപാവാട എടുത്ത് വെച്ചു. അതിൽ നിന്നും അവൾ 2-3 സെലക്ട് ചെയ്ത് വീണ്ടും ദത്തനെ നോക്കി. ദത്ത, ഇതിലേതാ നല്ലത്? അത് കേട്ട് ദത്തൻ ഫോൺ ഓഫ് ചെയ്ത് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. ഇതൊന്നും വേണ്ട, വേറെ മോഡൽ നോക്കട്ടെ. വർണ്ണ സെലക്ട് ചെയ്ത് വെച്ച് പട്ടുപാവാട മാറ്റി വെച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. അവനൊരു കരിമ്പച്ച നിറത്തിലുള്ള പട്ടുപാവാട സെലക്ട് ചെയ്തു. ഇത് പുതിയ മോഡലാണ് സാർ, ഒന്ന് നോക്കി നോക്കൂ. ഒരു കഥകളി പ്രിന്റിങ് പട്ടുപാവാട കാണിച്ച് സെയിൽസ് ഗേൾ പറഞ്ഞു. ഈ സൈസ് ഇവൾക്ക് കറക്റ്റ് ആവില്ല, ഇതിൻ്റെ ചെറിയ സൈസ് മതി. അവൻ പറഞ്ഞതനുസരിച്ച് അതേ മോഡൽ ചെറിയ ഡ്രസ്സ് എടുത്ത് വെച്ചു. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വിളിച്ചപ്പോൾ വരാൻ വയ്യ. എനിക്കിഷ്ടമില്ലാത്ത ഡ്രസ്സ് എടുത്ത് വെച്ചപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വന്നിരിക്കുന്നു. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ സെലക്ഷനൊന്നും അറിയത്തില്ലടി. തറവാട്ടിലെല്ലാവരും സാരിയും പട്ടുപാവാടിയും ധാവണിയൊക്കെയാണ്. ഇനി വേറെ എന്തെങ്കിലും വേണോ മാഡം? ധാവണി, സാരി, അങ്ങനെ എന്തെങ്കിലും? വേണ്ട. അത് കിടന്ന് ദത്തൻ പറഞ്ഞു. എനിക്ക് ധാവണി വേണം ദത്ത. വേണ്ട, ധാവണിയും സാരി ഒഴിക്കാൻ നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിയിട്ട് വാ. അതും പറഞ്ഞ് ദത്തൻ വീണ്ടും ചെയറിൽ ചെന്നിരുന്നു.
ദത്താ, എനിക്ക് നൈറ്റ് വെയർ വേണം. അവൻ്റെ അടുത്ത് വന്ന് തോളിൽ തോണ്ടിക്കൊണ്ട് വർണ്ണ പറഞ്ഞു. വാങ്ങിച്ചോ, ഇപ്പം തന്നെ ഒരുപാട് ബില്ലായിട്ടുണ്ടാവും. സാരല്ല, എടുത്തോ. അവസാനം ബില്ല് പേ ചെയ്യുമ്പോൾ പൈസ തികഞ്ഞില്ലെങ്കിൽ ഇവർ സെയിൽസ് ഗേളായി എന്നെ ഇവിടെ പിടിച്ചു നിർത്തും. ടോപ്പുകൾ ഓക്കെ, പക്ഷെ സായൊന്നും എനിക്ക് മടക്കി വെക്കാൻ അറിയത്തില്ല കേട്ടോ. അത് സാരല്ല, ഇവിടെ ഷോപ്പ് അടിച്ച് വരാനും തുടക്കാനും സ്റ്റാഫിന് ചായ വാങ്ങി കൊടുക്കാനും നിന്നാൽ മതി. പിന്നെ എനിക്കൊന്നും പറ്റില്ല. വേഗം പോയി വേണ്ടതെടുത്തിട്ട് വാടി, നിന്ന് കിടങ്ങാതെ. അത് കിടന്നും പറഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ പോയി. ഹുഡിയാണ് അവൾ സെലക്ട് ചെയ്തത്. തലവഴി തൊപ്പി പോലെ വരുന്നിടത്ത് ആനിമൽസിൻ്റെ ഷേപ്പ് വരുന്നതാണ്. മൊയിലിൻ്റെ ഷേപ്പ് പോലെ വരുന്നതും പാണ്ഡയുടെയും പെങ്ങിൻ്റെ ഡ്രസ്സാണ് അവൾ സെലക്ട് ചെയ്തത്. ഡ്രസ്സുകൾ ബില്ലിങ്ങിനായി കൊടുത്ത് അവൾ ദത്തൻ്റെ അരികിലേക്ക് പോയി. ബില്ല് പേ ചെയ്ത് അവൾ നേരെ മൂവിക്ക് പോയി. അത് കഴിഞ്ഞ് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് തിരികെ പോകുമ്പോഴേക്കും നേരെ വിട്ടിട്ടിരുന്നു. ദത്താ, വർണ്ണമ്മൻ്റെ പുറത്ത് തലവെച്ച് കിടന്നുകൊണ്ട് വിളിച്ചു. എന്താടാ? ഞാനൊരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമോ? എന്താ നിൻ്റെ ആഗ്രഹം? അത് പറ. എനിക്കുണ്ടല്ലോ. നിനക്കുണ്ടല്ലോ? എനിക്ക് നിൻ്റെ വണ്ടി ഓടിക്കണം. അതിന് നിനക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയോ? ഇല്ല, നീ ഓടിച്ചോ, ഞാൻ ഫ്രണ്ടിൽ വെറുതെ ഇരിക്കാം. നിനക്കെന്താ ഭ്രാന്തുണ്ടോ പെണ്ണേ? പ്ലീസ് ദത്ത, പൃഥ്വിരാജിൻ്റെ ഊഴ സിനിമയില്ലേ, അതിലവൻ അവൻ്റെ അനിയത്തെ ബുള്ളറ്റിൻ്റെ ഫ്രണ്ടിലെത്തി കൊണ്ടുപോകുന്നൊരു പാട്ടുണ്ടല്ലോ. ഏതാ പാട്ട്? ആ, കിട്ടി. തിരികെ വരുമ്പോൾ കളിയും ചിരിയും, ആ പാട്ടില്ലേ? അത് കണ്ടപ്പോൾ മുതലുള്ള ആഗ്രഹം. പ്ലീസ് ദത്ത. ഇല്ല, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഒന്ന് വാടിച്ച് വെക്കടി. ആളുകളില്ലാത്ത സ്ഥലത്തെത്തട്ടെ. കുറച്ച് കഴിഞ്ഞ് ദത്തൻ ബുള്ളറ്റ് സൈഡിലേക്ക് ഒതുക്കി. വർണ്ണ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി ഫ്രണ്ടിൽ കയറി. സ്പീഡിൽ പോതെത്ത, അടങ്ങി ഇരിയടി, അവൻ ശാസ്ത്രിയോടെ പറഞ്ഞു. അല്ല ദത്ത, നീ എന്തിനാ ധാവണി സാരി എന്നോട് എടുക്കണ്ടെന്ന് പറഞ്ഞത്? ഒന്നുമില്ല, പാറ ദത്ത. അത് പിന്നെ, നീ സാരിയും ധാവണിയൊക്കെ കൊടുത്താൽ വലിയ പെൺപിള്ളേരെ പോലെ തോന്നും. നീ എപ്പോഴും ചെറിയ കുട്ടികളെ പോലെ ക്യൂട്ടായി കാണുന്നത് എനിക്കിഷ്ടം. അവളുടെ തോളിൽ താടി കുത്തിവെച്ച് കാതിലായി ദത്തൻ പതിയെ പറഞ്ഞു. അവൻ്റെ മറുപടി കേട്ട് പറഞ്ഞ അത്ഭുതത്തോടെ അവനെ നോക്കി. ദത്തൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായാണ് അങ്ങനെ ഒരു സംസാരം പറഞ്ഞ കേൾക്കുന്നത്. പക്ഷേ ദത്തൻ അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിച്ചു. വീട്ടിലെത്തിയത് സമയം 7 മണി കഴിഞ്ഞിരുന്നു. വാങ്ങിച്ച സാധനങ്ങളെല്ലാം ടേബിൾ വെച്ച ശേഷം പറഞ്ഞ ചാടിത്തുള്ളി ബെഡിൽ കയറി കിടന്നു. അല്ല, എങ്ങോട്ടൊക്കെ അവിടെ തുള്ളി? എൻ്റെ കുട്ടിയൊന്ന് കുളിച്ചിട്ടും നനച്ചിട്ടില്ലെന്ന കാര്യം ഓർമ്മയില്ലാവോ? ഓ, അത് സാരില്ല, സമയം എത്തിയായില്ലേ, ഇനി നാളെ കുളിക്കാം. അവൾ ബെഡിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു. മര്യാദക്ക് പോയി കുളിക്കടി നാറി. ദത്തൻ അവളെ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നീ കുളിക്കാൻ കയറില്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പം പറയാം. ദത്തൻ താനിട്ട് ഷർട്ടയച്ച് ബെഡിൻ്റെ മുകളിലിട്ട് ഒരു തോർത്തുമുണ്ടുമായി പുഴക്കടവിലേക്ക് നടന്നു. ദത്തൻ തോർത്തുമുണ്ട് സ്റ്റെപ്പിൽ വെച്ച് പുഴയിലേക്ക് ഇറങ്ങാൻ നിന്നതും കയ്യിലൊരു തോർത്തുമായി വർണ്ണയും പിന്നാലെ വന്നു. എന്തേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. കുളിക്കാൻ. ബാത്റൂം അവിടെയല്ലേ, പിന്നെന്താ ഇവിടെ വന്നേക്കുന്നേ? ഞാനിന്ന് അവിടെയല്ല, ഇവിടെയാ കുളിക്കുന്നേ. ഇവിടെയോ? കയറി പൊടിയകത്ത്, അവൾ കുളിക്കാൻ വന്നേക്കുന്നു. ദത്തൻ്റെ അലർച്ചക്കടുത്തും പറഞ്ഞൊന്ന് ഞെട്ടി. ദത്ത, പാലും തേനും പഞ്ചസാരയും ശർക്കരയും ആവശ്യത്തിൽ കൂടുതൽ ചേർത്തുകൊണ്ട് അവൾ വിളിച്ചു. ഒരു ദത്തനുമില്ല, അകത്ത് ബാത്റൂമിൽ പോയി കുളിക്കടി. ഇവിടെ വന്നപ്പോൾ മുതലുള്ള ആഗ്രഹം ദത്ത, പുഴയിൽ കുളിക്കാം. ഇപ്പം രാത്രിയല്ലേ, ആരും കാണില്ല. അവൾ അപേക്ഷിച്ചു കൊണ്ട് പറഞ്ഞു. ഇവിടെ മനുഷ്യൻ്റെ കൺട്രോളിഫിക്കേഷൻ കളയാൻ വേണമെന്ന് വെച്ച് ഇറങ്ങിയിരിക്കാം. ഒരു വിധം എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നത് എനിക്കേ അറിയൂ. അതിനിടയിലാണ് അവളുടെ ഒരു ആഗ്രഹം. ദത്തൻ പെറുപെറുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. വർണ്ണ വേഗം കയ്യിലെ തോർത്ത് പടയിൽ വെച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. നീ അവിടെ നിന്നാൽ മതി, എൻ്റെ അരികിലേക്ക് വരരുത്, ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞ് വർണ്ണയിൽ നിന്നും കുറച്ച് അകലം പാലിച്ചു നിന്നു. ഹായ്, എന്ത് രസാലേ. അവൾ വെള്ളം തെറിപ്പിച്ച് കളിക്കാൻ തുടങ്ങി. വർണ്ണയ്ക്ക് അധികം ഹൈറ്റ് ഇല്ലാത്തതിനാൽ അവളുടെ നെഞ്ചോളം വെള്ളമുണ്ട്. ദത്തനാണെങ്കിൽ അരയോളവും. നിന്ന് കളിക്കാതെ വേഗം കുടിച്ച് കയറാൻ നോക്കടി. നീ എന്താണ് എങ്ങനെ മാരയോന്നിൻ്റെ സ്വഭാവം കാണിക്കുന്നേ? ഞാൻ ഇപ്പം ഇറങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ചു നേരം കൂടി കളിക്കട്ടെ. വർണ്ണ ദത്തൻ്റെ മേലേക്ക് വെള്ളം തട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മേ! വർണ്ണ നിലവിളിച്ചത് ദത്തൻ്റെ മേലെ ഓടിക്കയറുന്നതും ഒരുമിച്ചായിരുന്നു. എന്തടി, എന്താ പറ്റിയേ? അവിടെ എന്തുകൊണ്ട് ദത്ത? എൻ്റെ കാലിലൊന്ന് തട്ടി, നീർക്കോലിയായിരിക്കും. ഇരു കാലുകളും ദത്തൻ്റെ പിന്നിലേക്ക് പിണച്ചു വെച്ച് ദത്തൻ്റെ തോളിലൂടെ കൈയിട്ട് അവന് മേലേക്ക് കയറിയിരുന്നു. അത് നീർക്കോലിയും മാർക്കോലിയും ഒന്നല്ല, വല്ല മീനും കാലിൽ തട്ടിയതായിരിക്കും. ഇത്ര പേടിയില്ലാതെ പുഴയിലിറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ?
ദത്തൻ അവളുടെ പുറത്ത് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. മീനോ പുഴയിലോ? പിന്നെ മീൻ പുഴയിലല്ലാതെ നിന്റെ ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ഇറങ്ങടി എൻ്റെ മേലേന്ന്. ഇല്ല, എനിക്ക് പേടിയാ, എന്നെ നീർക്കോലി കാണിക്കും. ഇറങ്ങടി മര്യാദക്ക്. ദത്തൻ തൻ്റെ മേലുള്ള വർണ്ണയുടെ പിടിയെടുക്കാൻ നോക്കിയെങ്കിലും വർണ്ണ പിടിവിടാതെ അവനെ മുറുകെ പിടിച്ചു. ഒരു നിമിഷം അവൻ്റെ നോട്ടം അവളുടെ മുഖത്തുടക്കി. അവളുടെ മുഖമാകും അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. മുടിയിൽ നിന്നും മുഖത്തേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളവും പേടിച്ച് വിറിച്ച് അവളുടെ കണ്ണുകളും ഒരു നിമിഷം അവൻ നോക്കി നിന്നു. പതിയവൻ്റെ കൈകൾ അവളുടെ അടുപ്പിൽ മുറുകി. ദത്തൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവളുടെ വിറക്കുന്ന അതിരങ്ങളെ സ്വന്തമാക്കാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു. പക്ഷേ ഇതൊന്നും അറിയാതെ വർണ്ണ പേടിച്ച് ചുറ്റും നോക്കുകയായിരുന്നു. ഇനിയെങ്ങാനും നീർക്കോലി കടിച്ചാലെന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ. ദത്തൻ പെട്ടെന്ന് തൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം തിരിച്ചറിഞ്ഞ് അവളിൽ നിന്ന് മുഖം പിടിച്ച് ശ്വാസം നാഞ്ഞു വലിച്ചു. വർണ്ണ പ്ലീസ്, നീ ഒന്നെൻ്റെ മേലിൽ നിന്ന് ഇറങ്ങ്. ചില സമയത്ത് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നുക. എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. അവൻ ദയനീയമായി പറഞ്ഞതും പറഞ്ഞ അന്തം വിട്ടിരിക്കുകയായിരുന്നു. അതെന്താ ദത്താ, ഞാൻ അത്രയും വെയിറ്റ് ഉണ്ടോ? എൻ്റെ വെയിറ്റ് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ലേ? നിഷ്കളങ്കമായി ചോദിക്കുന്ന വർണ്ണയെ കണ്ട് ദത്തൻ തലക്ക് കൈ കൊടുത്തു. എന്താ ദത്താ നിനക്ക് പറ്റിയത്? നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. വർണ്ണവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. ശരിക്കും നിനക്ക് ബോധമില്ലാത്തതാണോ അതോ അഭിനയിക്കുന്നതാണോ? എന്താ ദത്താ, എന്താ കാര്യം? ഇതൊരു നിനക്ക് പോവില്ല. നീ ഇറങ്ങിക്കേ, വെറുതെ മനുഷ്യനെ വഴിധരിക്കാൻ. പക്ഷെ വർണ്ണിറങ്ങാൻ സമ്മതിച്ചില്ല. നമുക്കേ വെള്ളത്തിൽ മുങ്ങാൻ ദത്താ. ഞാൻ റെഡി 1 2 3 പറയും, അപ്പം മുങ്ങണം. എന്ന് നമുക്ക് കയറാം. അത് പറഞ്ഞ് വർണ്ണ ഒരു കൈ കൊണ്ട് ദത്തൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. മറ്റേ കൈ കൊണ്ട് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ മൂക്കും പിടിച്ചു. ദത്തൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിന്നു. എന്നെ മുറുക്കി പിടിച്ചോണം ദത്താ, വിട്ടേക്കല്ലേ. റെഡി 1 2 3. അവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് മുങ്ങിയൊന്ന് ഉയർന്നു പൊങ്ങി. അപ്പോഴേക്കും വർണ്ണ മൂക്കിൽ വെള്ളം കയറി ചുമക്കാൻ തുടങ്ങി. ഞാൻ അപ്പോഴേ കയറാൻ പറഞ്ഞതല്ലേ, ഇപ്പം വെള്ളം കയറിയപ്പോൾ സമാധാനമായല്ലോ. ദത്തൻ ചീത്ത പറഞ്ഞുകൊണ്ട് കൽപ്പടവിലേക്ക് കയറി. അവളെ സ്റ്റെപ്പിലിരുത്തി. അവളിരിക്കുന്ന പടവിന് മുകളിലായി ദത്തനിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിന്നോളൂ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അവൻ പിറുപിറുത്തുകൊണ്ട് തല തോർത്തി കൊടുക്കാൻ തുടങ്ങി. ദത്താ, നീ നാളെ എപ്പോഴാ പോവാ? രാവിലെ പോണം. നീ വേഗം ചെന്ന് ഡ്രസ്സ് മാറ്റി, വെറുതെ നനഞ്ഞു തെറ്റിയിരിക്കണ്ട. വേണ്ട ദത്ത, കുറച്ച് കഴിയട്ടെ. അത് പറഞ്ഞ് ദത്തൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. പുഴയിലൂടെ വീശിയടിക്കുന്ന കാറ്റ് അവരെ തട്ടിപ്പോയതും വർണ്ണ തണുത്തത് കൊണ്ട് ദത്തൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. ദത്തൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അകലേക്ക് നോക്കിയിരുന്നു. നീ മഹാദേവ ഭക്തനാണ് ദത്ത? എന്തേ? നിന്റെ നെഞ്ചിലേക്ക് ടാറ്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എൻ്റെ ഇഷ്ടദേവൻ മഹാദേവനാ. ഇങ്ങനെ ടാറ്റ് ചെയ്യുമ്പോൾ വേദനയ്ക്കില്ല ദത്ത? ഇല്ലടി, നല്ല സുഖാണ്. ശരിക്കും നിന്നെക്കൊണ്ട് ഞാൻ തോറ്റില്ല പെണ്ണേ. ഞാനിത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ചെയ്തത്. പാർവതിയും അവളുടെ കയ്യിൽ ടാറ്റ് ചെയ്തിട്ടുണ്ട്, ദേവദത്തനെന്ന്. ദത്തൻ അവൾ ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞു. വർണ്ണ ഒന്നും മിണ്ടാതെ അവനെ ചുറ്റിപ്പിടിച്ച് അവനെ തോളിൽ തലവെച്ച് കിടന്നു. വർണ്ണ, പറ ദത്ത, നീ വരുന്നോ എൻ്റെ കൂടെ നാളെ തറവാട്ടിലേക്ക്? നീ എന്നോട് ഇത് ചോദിച്ചാലില്ലെങ്കിൽ ഞാൻ നാളെ നിൻ്റെ കൂടെ വരുമായിരുന്നു. അതെന്താടി? എൻ്റെ ഡോക്ടർ ചെക്കൻ അവിടെയല്ലേ. ഡോക്ടർ വരുമ്പോഴേ ഞാനവിടെ ഉണ്ടാവണമല്ലോ. നീ തന്നെ എല്ലാം മുന്നിൽ നിന്ന് നടത്തി തരണേ. അത് കേട്ടത് തന്നെ ഉറക്കെ ചിരിച്ചു. വാ, എനിക്ക് തണുക്കാൻ തുടങ്ങി, നമുക്ക് അകത്തേക്ക് പോകാം. അത് പറഞ്ഞ് വർണ്ണ എണീറ്റ് വീട്ടിലേക്ക് നടന്നു. ദത്തൻ കുറച്ചു നേരം ഓരോന്ന് ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു. ദത്തൻ റൂമിലേക്ക് വരുമ്പോഴേക്കും വർണ്ണ ഡ്രസ്സെല്ലാം മാറ്റി നാളെ പോകാൻ വേണ്ടിയുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ഉറങ്ങാനായി കിടന്നു. വർണ്ണ ദത്തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുന്നത് കണ്ട് അവൻ എന്താന്ന രീതിയിൽ അവളെ നോക്കി. എന്താടി ഉമ്മ? ഒരു കുഞ്ഞുമ്മ. ഉമ്മയല്ല, നിന്റെ വാപ്പ. അവൾക്ക് ഈ ഒരു വിചാരേ ഉള്ളൂ. അത് പറഞ്ഞ് ദത്തൻ തിരിഞ്ഞു കിടന്നു. ഇവരിത് എന്ത് സാധനം? റൊമാൻസിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലെന്ന് തോന്നുന്നു. അതെങ്ങനെയാ? എന്നെപ്പോലെ ഹിന്ദി സീരിയൽ കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. പെറുപെറുത്ത് കൊണ്ട് പറഞ്ഞേയും തിരിഞ്ഞു കിടന്നു. എൻ്റെ റൊമാൻസിനെ കുറിച്ചേ നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഒന്ന് തറവാട്ടിലെത്തട്ടോ, കാണിച്ചു തരാം. ദത്തൻ കള്ളച്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു.